ഹലോ വ്യൂവേഴ്സ്, ജി ഫോർ ഗിറ്റാർ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ, ഞാൻ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മൾ സ്ട്രിങ് പൊട്ടിയാൽ സ്ട്രിങ് എങ്ങനെ മാറ്റും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് പുതിയ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ബിഗിനേഴ്സാണ് ഗിറ്റാർ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളതെങ്കിൽ എങ്ങനെ ഒരു പൊട്ടിയ സ്ട്രിങ് മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ ഒരു പുതിയ സ്ട്രിങ് ഇടാം എന്ന് ചിന്തിക്കുന്നുണ്ടാവും, വിഷമിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിന് സഹായകമാകുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതിൽ ഗിറ്റാർ എപ്രകാരം പൊട്ടിയ സ്ട്രിങ്ങുകൾ മാറ്റി പുതിയ സ്ട്രിങ് എപ്രകാരം ഇടാമെന്നുള്ളതിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിവ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ മുഴുവൻ വാച്ച് ചെയ്യുക. ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ അതിൻ്റെ മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തീർച്ചയായും കാണേണ്ടതാണ്. കാരണം ബിഗിനേഴ്സിന് ഈ രണ്ട് വീഡിയോ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സ്ട്രിങ് മാറ്റി പുതിയ സ്ട്രിങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നോക്കാം. എൻ്റെ ഗിറ്റാറിൻ്റെ ഫസ്റ്റ് സ്ട്രിങ് അഥവാ ഈ സ്ട്രിങ് ആണ് പൊട്ടിയത്. ഫസ്റ്റ് സ്ട്രിങ് താഴത്തെ ഈ ആണ് പൊട്ടിയത്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് മാറ്റുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ സ്ട്രിങ് നമ്മൾ ഊരി മാറ്റണം. ആദ്യം പൊട്ടിയ സ്ട്രിങ് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം സ്ട്രിങ് നമ്മൾ ഊരി മാറ്റണം. അതിനായി ഗിറ്റാർ ഒന്ന് ചെരിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്തെങ്കിലും ബാക്കിയുള്ള സ്ട്രിങ്ങിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ, അതായത് ട്യൂണിങ് കീസിൻ്റെ അവിടെ നമ്മൾ ഗിറ്റാർ ഇടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ഊരി മാറ്റേണ്ടതാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം സ്ട്രിങ് നല്ല ഷാർപ്പാണ്, പൊട്ടിയ ഭാഗത്ത് നല്ല ഷാർപ്പായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. രണ്ടാമത് ഈ ഭാഗത്ത് ഒരു ബാക്കിയുള്ള ഭാഗമുണ്ട്. അപ്പോൾ അത് ഊരണമെങ്കിൽ നിങ്ങൾ ഈ നട്ട്, നിങ്ങൾക്കറിയാം ഗിറ്റാറിൻ്റെ പാർട്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ നട്ടുണ്ട്. ഈ നട്ട് നമ്മൾ ഊരി മാറ്റണം ആദ്യം, എങ്കിലേ നമുക്ക് ഈ സ്ട്രിങ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കട്ടിയുള്ള റീഫില്ലറോ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ നട്ടിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു ഹോള് പോലെ കാണാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ നട്ടിൻ്റെ ഇവിടെ ചെറിയൊരു ഹോള് പോലെ. അപ്പോൾ അതിൽ മെല്ലെ ഇത് വെച്ചിട്ട് ഇത് പൊക്കിയാൽ നട്ട് ഊരി വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഖം യൂസ് ചെയ്യേണ്ട, കൈ വേദനിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വലിച്ചാൽ കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് അമർത്തി ഇത് മെല്ലെ ഒന്ന് പൊക്കിയാൽ മതി. ഇത് പൊന്തി വരും. കൂടെ അതിൻ്റെ സ്ട്രിങ്ങും വരുന്നതാണ്. ഈ സ്ട്രിങ്ങിൻ്റെ ഇത് ശ്രദ്ധിക്കുക. ഇവിടെയാണ് പൊട്ടിയെങ്കിൽ ഇതിൻ്റെ ഈ റൗണ്ട്, ഈ കട്ടിയുള്ള ഭാഗം, സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു കട്ടിയുള്ള ഭാഗം കാണാം. അത് ചിലപ്പം ഗിറ്റാറിൻ്റെ ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഗിറ്റാർ ഇങ്ങനെ പിടിച്ചാൽ, കമിഴ്ത്തി പിടിച്ചാൽ അത് നമുക്ക് കളയാൻ കഴിയും. അങ്ങനെ ഗിറ്റാറിനെ മാറ്റിയ സ്ട്രിങ് എവിടെയെങ്കിലും ആർക്കും മുറിവൊന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ കളയാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് വളരെ കമ്പി ആയതുകൊണ്ട് നമ്മൾ തട്ടി മുറിയാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാറ്റി വെക്കാനല്ല ഞാൻ പറയുക, അത് നശിപ്പിച്ച് കളയുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ട്രിങ് ഇടുമ്പോൾ, നമ്മൾ പുതിയ സ്ട്രിങ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ് എടുക്കുക. സ്ട്രിങ് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഞാൻ പുതിയൊരു സ്ട്രിങ് മേടിച്ചു കൊണ്ടുവന്നതാണ്. ഇത് ഊരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഗിറ്റാറിൻ്റെ സ്ട്രിങ് നല്ല ഷാർപ്പ് എഡ്ജാണ്. അപ്പോൾ ഊരി പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയായിരിക്കും സ്ട്രിങ് ഉണ്ടാവുക. ഇത് ഇങ്ങനെ തിരിച്ചിട്ട് ഊരേണ്ടതാണ്. അതുപോലെ ഇത് പെട്ടെന്ന്
വിടർത്തുമ്പോൾ പെട്ടെന്ന് കൊണ്ട് തെറിക്കുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഊരിയെടുക്കുക. കണ്ടോ, ഇത് നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ ഊരിയെടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രിങ്. ഇതിൻ്റെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കട്ടിയുള്ളൊരു ഭാഗമുണ്ടാകും, ഒരു നട്ട് ഇവിടെയും കാണാം നിങ്ങൾക്ക്. ആ ഭാഗം നിങ്ങൾ ഇടത് കൈയിൽ പിടിക്കുക. ഈ ഭാഗം, കട്ടിയുള്ള ഭാഗം നിങ്ങൾ ഇടത് കൈയിൽ പിടിക്കുകയും ഈ നട്ട് നമ്മൾ ഇവിടുന്ന് ഊരിയ നട്ടിന് ഇവിടെ ഒരു കുറച്ചൊരു തിന്നായ, കുറച്ച് മെലിഞ്ഞൊരു ഭാഗമുണ്ടാകും. മുകളിലെ ഭാഗം കുറച്ച് വട്ടത്തിലുള്ളൊരു ഭാഗമായിരിക്കാം. താഴെയുള്ള ഭാഗം കുറച്ചൊരു കൂർപ്പ് പോലെ തോന്നുന്നതായിരിക്കാം. ആ ഭാഗത്തിലേക്ക് ഗിറ്റാറിൻ്റെ ആ നട്ട്, സ്ട്രിങ്ങിൻ്റെ നട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക. അത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുണ്ടോ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നു. നട്ട്, സ്ട്രിങ്ങിൻ്റെ നട്ട് ഇവിടെ വന്നു, ഇതിൻ്റെ എഡ്ജിൽ ഈ നട്ട് വന്നു. എന്നിട്ട് ഗിറ്റാർ ഒന്നും കൂടെ ഒന്ന് ചരിച്ചു വെക്കുക. എന്നിട്ട് ഈ ഹോളിലേക്ക് കറക്റ്റായിട്ട്, ഇത് മാറിപ്പോകരുത്, കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് നമ്മൾ അമർത്തി ഉള്ളിലേക്ക് നമ്മൾ ഇടുക, നല്ലോണം പ്രസ് ചെയ്യുക. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഈ ഭാഗം അവിടെ ഉറച്ചു നിൽക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, ഇതിൻ്റെ അതായത് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു ഗിറ്റാറിൻ്റെ ആ സ്ട്രിങ് ഇടാനുള്ള ഒരു ചെറിയൊരു പോയിൻ്റ്, ഒരു ഡാഷ് പോലെ കാണാം, ഒരു ചെറിയൊരു ഡാഷ്, ഒരു ലൈൻ പോലെ കാണാം. ആ ലൈൻ്റെ മുകളിൽ സ്ട്രിങ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. സ്ട്രിങ്ങിൻ്റെ മറ്റേ അറ്റം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ ഉറപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഗിറ്റാർ ഒന്ന് താഴെ വെക്കണമെന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് മാറ്റി വെക്കുക. അവിടെ തുണി എന്തെങ്കിലും വെച്ചാൽ നമ്മളവിടെ കറക്റ്റായിട്ട് ഇരിക്കും. അങ്ങനെ ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് ഗിറ്റാറിൻ്റെ ഈ ഭാഗത്തുള്ള നട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം, ഇതാ ഈ ഭാഗത്തുള്ള നട്ടിൻ്റെ അവിടെ ഇതുപോലെ ഒരു ലൈൻ കാണാം. ആ ലൈനിലേക്ക് സ്ട്രിങ് വെക്കുക. സ്ട്രിങ് കറക്റ്റായിട്ട് വെക്കുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്ട്രിങ് നല്ല എഡ്ജ് നല്ല കൂർപ്പുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക, കണ്ണിലൊന്നും തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെയുള്ള ഹോള് കാണാം, ഇവിടെ നമുക്ക് എല്ലാ ഇതിനും സ്ട്രിങ് ഇടുന്നതിനുള്ള ഒരു ഹോളുണ്ട്, എല്ലാ ട്യൂണിങ് കീസിനോട് ചേർന്നിട്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വലിക്കുക. വലിച്ചാൽ അപ്പോൾ സ്ട്രിങ് ഇങ്ങനെ മേലോട്ട് കയറി വരുന്നതായിരിക്കും. ടൈറ്റായി നിൽക്കും, നല്ലോണം ടൈറ്റായി നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക സ്ട്രിങ്. എന്നിട്ട് വീണ്ടും ആ ഹോളിൽ കൂടെ നമ്മൾ ഒരു കയറൊക്കെ കെട്ടുന്നത് പോലെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിരിക്കുക. നമ്മൾ സൂചിയിലൊക്കെ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ സൂചിയിലൊക്കെ നൂല് കോർക്കുന്നത് പോലെ നമുക്ക് തോന്നാമെങ്കിലും നമ്മൾ ജസ്റ്റ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഇത് ബാക്കിയുള്ള ഭാഗം വേണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ചുറ്റി നിർത്താവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ചുറ്റി നിർത്താവുന്നതാണ്. എന്നിട്ട് എഡ്ജ് ബാക്കി ഇനിയും ഓവർ ആണെങ്കിൽ നമുക്കൊരു കട്ടിംഗ് പ്ലെയർ കൊണ്ട് അത് നമുക്ക് മുറിച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ ഫിക്സായി നിൽക്കും. എന്നിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഗിറ്റാറിൻ്റെ സ്ട്രിങ് ഇടുന്നത് കണ്ടു. ഇതിപ്പോൾ ലൂസാണ്, അത് ടൈറ്റ് ആവാൻ വേണ്ടി നമ്മൾ ട്യൂണിങ് നല്ലോണം തിരിക്കുക. അപ്പോൾ അത് ടൈറ്റായിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ് ഇടുന്നത്. ഇതാ ട്യൂൺ ആവുന്നുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു ഗിറ്റാർ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത്
ഗിറ്റാർ ട്യൂൺ ചെയ്യുക. ഇതാ സ്ട്രിങ് ഇപ്പോൾ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിനി ഗിറ്റാർ ട്യൂണയോ അല്ലെങ്കിൽ ട്യൂണറോ ഉപയോഗിച്ച് ഗിറ്റാർ ട്യൂൺ ചെയ്യുക. പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്യുക, ശ്രദ്ധയോടെ ട്യൂൺ ചെയ്യുക. വീണ്ടും സ്ട്രിങ് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ഗിറ്റാറിനൊക്കെ സ്ട്രിങ് ഇടുമ്പോൾ സ്ട്രിങ്ങിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ പുറകിലൂടെ ഇവിടെ കുറച്ച് ഹോള് കാണാം. അതിൽ ഏത് സ്ട്രിങ് ആണോ ആ സ്ട്രിങ് കണക്കാക്കിയിട്ടുള്ള ഹോളിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം, അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ ഈ പുറകിലൂടെ ഈ ഭാഗത്തൂടെ നമ്മൾ എടുക്കുക ചെയ്യുക. ഇതാ നിങ്ങൾക്ക് കാണാം, ഇത് ഓൾറെഡി ട്യൂൺഡ് ഗിറ്റാറാണ്. അതുപോലെ പുറകിലൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിലൂടെ എടുത്തതാണിത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നട്ട്, ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്തുള്ള നട്ട് ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് സ്ട്രിങ് ഇടേണ്ടത്. ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ സ്ട്രിങ് ഇറങ്ങി ഫുള്ളായിട്ട് ഇത് അങ്ങ് കയറണം. ഫുള്ളായിട്ട് ഉള്ളിലേക്ക് കയറുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇടേണ്ടത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അക്കോസ്റ്റിക് ഗിറ്റാർ സ്ട്രിങ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു 3 താഴോട്ടും 3 മേലോട്ടുമാണ്. പക്ഷേ ഈ ടൈപ്പ് ഗിറ്റാറിനൊക്കെ ഇതുണ്ടോ, ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ട്യൂണിങ് കീസ് തിരിക്കുക, ഇലക്ട്രിക് ഗിറ്റാറിന് പ്രത്യേകിച്ചും. പിന്നെ പഴയ ടൈപ്പ് ഗിറ്റാറുകൾ, അതായത് ഒരു 5 വർഷം മുന്നേ ഇറങ്ങുന്ന ഗിറ്റാറിനൊക്കെ ആണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ നട്ട് ഇടുന്നത് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടായിരിക്കും. അതിന് ഒരു ഹോള് പോലെയുള്ള സാധനങ്ങളുണ്ടാവും. ആ ഹോളിലേക്ക് നട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഗിറ്റാർ ട്യൂൺ ചെയ്യുന്ന കാര്യത്തിലോ സ്ട്രിങ് മാറ്റുന്ന കാര്യത്തിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഗിറ്റാർ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതും ഫ്രീ ആയിട്ട് ഗിറ്റാർ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ G4 ഗിറ്റാർ അവർക്ക് സജസ്റ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.